പൊങ്കലിൻ്റെ പിറ്റേ ദിവസമായ മത്സ്യ മാംസ വിഭവത്തിൽ പെടുന്ന പോർക്കിനും ഒരു സ്ഥാനമുണ്ട് ഇവിടെ. പോർക്ക് കഴിക്കുന്ന ജനങ്ങൾ നിർബന്ധമായും പോർക്ക് മേടിച്ച് കറി വെക്കാറുണ്ട്. ഇവർ ഈ പോർക്ക് മേടിച്ച് കറി വെക്കുന്നതിനകത്ത് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ഐറ്റം കറി വെക്കുന്നത് റെഡിമെയ്ഡ് പൊടി ഉപയോഗിച്ചല്ല, മറിച്ച് നമ്മുടെ പഴയ കാലത്തെ പോലെ മുളക് മല്ലി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വറുത്ത് കല്ലേ വെച്ച് അരച്ച് അല്ലെങ്കിൽ ഇടികല്ല് വെച്ച് ഉരൽ പഴയ കാലത്തെ അത് വെച്ച് ഇടിച്ച് അത് കറിയായിട്ട് വെക്കും. വെച്ചിട്ട് ഈ സാധനം കഴിവതും അവർ ഇന്ന് ഉപയോഗിക്കാതെ നാളെ എടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എടുക്കും. ഇങ്ങനെ ഇതിൻ്റെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ രുചി ഒന്നിനൊന്നിന് കൂടും. അതാണ് ഇവിടുത്തെ ഈ ഫോർക്ക് ൻ്റെ ഒരു പ്രത്യേകത. ഇന്നിപ്പം ഇവർ ചിക്കന്, ബീഫ്, മട്ടന് ഈ ഐറ്റമായി ഇന്ന് ഉപയോഗിക്കുക. ഈ ഫോർക്ക് ഐറ്റം മാത്രം ഇവർ 2-3 ദിവസം വെച്ച് ഉപയോഗിക്കും. തന്നെയുമല്ല, ഈ ഫോർക്ക് അവർ പാചകം ചെയ്യുന്നത് മിക്കവാറും ആൾക്കാർ ഇവിടങ്ങളിൽ പാചകം ചെയ്യുന്നത് മൺകലത്തിൽ വിറകടുപ്പിൽ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പഴയകാലത്തെ പോലെ മസാലകൾ റെഡിയാക്കി പഴയ രീതിയിൽ തന്നെ വെച്ച് വെക്കും. അങ്ങനെ വെച്ച് വെക്കുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പിറ്റേ ദിവസം ടേസ്റ്റ് കൂടും. അതിൻ്റെ പിറ്റേ ദിവസം ഒന്നും കൂടെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ രുചി കൂടും. അങ്ങനെ 3-4 ദിവസം വെച്ച് ഉപയോഗിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. കാരണം ചിക്കനും മട്ടനൊക്കെ ഇന്ന് തന്നെ തീരും, അല്ലെങ്കിൽ ഇന്ന് നാളെ കൊണ്ടങ്ങ് തീരും. അഥവാ ബാലൻസ് ഉണ്ടെങ്കിൽ നാളെ കൊണ്ട് തീരും. ഈ ഒരു ഐറ്റം 3 ദിവസം 4 ദിവസം കഴിഞ്ഞാലും രുചി കൂടുന്നു എന്നല്ലാതെ ഒരു കാരണവശാലും കുറയില്ല. അതുകൊണ്ടാണ് ഇവർ ഇന്നേ ദിവസം ഫോർക്ക് കഴിക്കുന്നവർ ഈ സാധനം മേടിക്കുന്നതിൻ്റെ കാര്യം. ആദ്യം ഞാൻ എടുത്ത വീഡിയോയിൽ മൈക്കിന് ചാർജ് ഇല്ലാതെ മഴ, ഇവിടെ ഇന്നലെ മുതൽ ഉച്ച കഴിഞ്ഞ് മുതൽ മഴയാണ്, മൈക്കിന് ചാർജ് ഇല്ലാതെ സംഗതി കട്ടായിപ്പോയി. അതാണ് അതിൻ്റെ വോയിസ് ഇല്ലാതെ വന്നത്. ഞാനത് എങ്ങനെയും വോയിസ് ആഡ് ചെയ്യാൻ നോക്കാം. തൽക്കാലം ഫോർക്കിൻ്റെ വിശേഷം ഇവിടെ പൂർത്തിയാക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.